നമസ്കാരം. സൈലത്തിൻ്റെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എക്സാമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. ഇതിൽ രാജാവെന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലീഷാണ് എന്നറിയാം. സാധാരണ രീതിയിലുള്ള PSC പരീക്ഷകൾ നടത്തുമ്പം നമ്മൾ ഗ്രാമറിൻ്റെ എത്ര പോർഷൻ പഠിച്ചാലും നമ്മൾ എത്ര മാർക്കിൻ്റെ PSC പരീക്ഷയാണ് ഇംഗ്ലീഷിലുള്ളത്? ഇംഗ്ലീഷിന് ആകെപ്പാടെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ ചോദിക്കുകയുള്ളൂ അല്ലേ? പക്ഷെ ഇതോ 50 മാർക്കിനാണ് നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്, നിങ്ങൾക്കറിയാം. അതിൽ 50 മാർക്കും ആരാണ്? ഇംഗ്ലീഷാണ്. സോ നമുക്ക് എല്ലാ ഗ്രാമർ പോർഷൻസും പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ PSCകളിൽ പഠിക്കുന്നത് പോലെ തന്നെ വൊക്കാബുലറിയും പഠിക്കണം. പക്ഷേ ഇങ്ങനെ വൊക്കാബുലറി പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമലി പഠിക്കുന്ന PSC എക്സാമുകളിൽ നിന്നും ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതെന്ത് പോസ്റ്റാണ് നമ്മൾ അയക്കുന്നത്? ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ് അല്ലേ? കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ? അങ്ങനെ ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ വൊക്കാബുലറിയിൽ കൂടുതലും ചോദിക്കുന്നത് ലോയുമായിട്ടോ കോർട്ടുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് നമുക്ക് വൊക്കാബുലറിയിൽ കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇഡിയംസ് ആയിട്ടും ഫ്രേസൽ വേർബ്സ് ആയിട്ടും അല്ലെങ്കിൽ വൊക്കാബുലറി ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് കൂടുതലും വന്നിരിക്കുന്നത് എന്താണ്? കോർട്ടുമായിട്ട് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈംസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരാൾ തീർച്ചയായിട്ടും വൊക്കാബുലറി പഠിക്കേണ്ടത് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സ് ആണ് പഠിക്കേണ്ടത്. നമുക്കധികം പരിചയമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം. സോ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് വൊക്കാബുലറിയുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, എന്തൊക്കെ ടൈപ്പിലാണ്, എങ്ങനെയുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൊക്കാബുലറിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത എന്നുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുമാത്രമാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്നത് മാത്രം അല്ല പക്ഷേ ഈ ക്ലാസ്സിലുള്ളത് എന്തും കൂടിയാണ്, നിങ്ങൾക്ക് കുറേ പുതിയ ടേംസ് പഠിക്കാനും കൂടെ സാധിക്കും. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് പരീക്ഷയുടെ സ്ട്രക്ചർ, എന്താണ് പരീക്ഷയുടെ സ്വഭാവം എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് നമ്മൾ സാധാരണ PSC LDCക്കോ അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വരുന്ന വൊക്കാബുലറിയിൽ നിന്ന് എന്താണ് ഇതിന് വരുന്ന വ്യത്യാസം, നമ്മൾ പറയുന്നതിലല്ല, അത് കാണുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് ആ വ്യത്യാസം കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. വേർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുമല്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. കുറച്ച് ശ്രദ്ധ, നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നതിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ച് കുറച്ച് ശ്രദ്ധ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ഇംഗ്ലീഷ് അറിയാവുന്ന, ഒരു വിധമെങ്കിലും ഇംഗ്ലീഷിൽ ഒരു പ്രാവീണ്യമുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. സോ അതിലുള്ളേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ വൊക്കാബുലറി ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീവിയസ് PYQ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, പെർജ്യൂറി റെഫേഴ്സ് ടു. ഒരു വേർഡാണ് തന്നിരിക്കുന്നത്. എന്താണ് ആ വേർഡ്? പെർജ്യൂറി. പെർജ്യൂറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർജ്യൂറി റെഫേഴ്സ് ടു 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സാധാരണ കാണുന്നത് പോലെ. ഫസ്റ്റ് ഓപ്ഷന്റെ ഫസ്റ്റ് വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ട്രയൽ ബൈ എ ഗ്രൂപ്പ് ഓഫ് വൺസ് പിയേഴ്സ്, ടെസ്റ്റിഫയിങ് അണ്ടർ ഓത്ത്, ട്രയൽ ബൈ എ ബെഞ്ച് ഓഫ് ജഡ്ജസ്, ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ഫോൾസ് ടെസ്റ്റിമണി അണ്ടർ ഓത്ത്. ഇതിലേതാണ് നമ്മൾക്ക് ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്? നോർമലി സാധാരണ വൊക്കാബുലറി പഠിക്കുന്ന ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം അല്ലേ? കാരണം കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ സിനിമകളിലാണ് കൂടുതലും ഒരു കോടതി മുറിയും സാക്ഷിയെ വിസ്തരിക്കുന്നതും ഒക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് സിനിമകളിലാണ് അല്ലേ? അങ്ങനെ കാണുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒരാളെ നമ്മൾ പ്രതിക്കൂട്ടിലോ അല്ലെങ്കിൽ സാക്ഷിയെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ കൊണ്ട് സത്യം ചെയ്യിക്കും അല്ലേ? ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ള രീതിയിൽ സത്യം ചെയ്യിക്കും.
ഇങ്ങനെ സത്യം ചെയ്യിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ സത്യം മാത്രമാണ് കോടതിയിൽ പറയേണ്ടത്, സാക്ഷി പറയേണ്ടത് സത്യമായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ സത്യം ചെയ്തിട്ട് അതിനെതിരായിട്ട് അല്ലെങ്കിൽ ആ ചെയ്യുന്ന സത്യത്തിന് എതിരായിട്ട് സാക്ഷ്യം പറയുന്നത്, കള്ളസാക്ഷ്യം പറയുക എന്നുള്ളതാണ് പെർജൂറി എന്നുള്ള വാക്കിന്റെ അർത്ഥം. പഠിച്ചു വെച്ചോളുക ഇപ്പൊ തന്നെ. പെർജൂറി എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം പറയുക, സത്യത്തിന് വിരുദ്ധമായിട്ട് സാക്ഷ്യം പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻ വരും? ഫോർത്ത് ഓപ്ഷനായ ഫോൾസ് ടെസ്റ്റിമണി അണ്ടർ ഓത്ത്. ഓത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സത്യം ചെയ്യൽ. സത്യം ചെയ്യലിന് എതിരായിട്ടുള്ള എന്താണ്? സാക്ഷ്യം പറച്ചിൽ. അതിനെയാണ് നമ്മൾ പെർജൂറി എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രയൽ എന്നൊക്കെയുള്ള വേർഡ് കേട്ടത് കൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വേർഡാണ് അടുത്തത് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാം, ഫെയർ ട്രയൽ. എന്താണ് ഫെയർ ട്രയൽ എന്ന് പറഞ്ഞാൽ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇംപാർഷ്യൽ ട്രയൽ ഓർ ജഡ്ജ്മെന്റ് ഓഫ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ അൺടിൽ പ്രൂവൺ ഗിൽറ്റി. നമ്മൾ ഒരാളെ പ്രതിയാക്കുന്നതിന് മുൻപ് അയാളെ നമ്മൾ എന്തായിരിക്കും? അക്യൂസ്ഡ് ആയിരിക്കും, അല്ലെ? കുറ്റാരോപിതനായിരിക്കും. കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പാടില്ല? കുറ്റക്കാരൻ എന്ന് പറയാൻ പാടില്ല. എപ്പോൾ വരെ? അയാൾ പ്രതിയാണ് എന്ന് കോടതി വിധിക്കുന്നത് വരെ അയാൾ ഒരിക്കലും പ്രതിയല്ല, അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എപ്പോഴും കിട്ടേണ്ടത് ഇംപാർഷ്യൽ ആയിട്ടുള്ള ട്രയലും ഇംപാർഷ്യൽ ജഡ്ജ്മെന്റും ഒക്കെ ആയിരിക്കണം. ഒരിക്കലും അയാളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇയാൾ പ്രതിയാണ്, അതുകൊണ്ട് ഇയാളോട് ഇങ്ങനെ പെരുമാറാമുള്ളൂ എന്ന് പറയരുത്. അയാൾക്ക് കിട്ടുന്നത് കുറ്റാരോപിതന് കിട്ടേണ്ടത്. അത് കഴിഞ്ഞെഴുതിക്കുന്ന നോക്കിക്കേ, ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ. ആരോപിക്കപ്പെട്ട കുറ്റം ആരോപിച്ചിട്ട് മാത്രമേ ഉള്ളൂ, അയാളിൽ അത് ഉറപ്പിച്ചിട്ടില്ല. സോ അങ്ങനെയുള്ള ഒരാൾക്ക് കിട്ടേണ്ട ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫെയർ ട്രയൽ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക ആ വേർഡ്. എന്താന്നിപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും, അല്ലേ? കുറ്റം ചെയ്തു എന്ന് വിധിക്കുന്നതിന് മുൻപ് വരെ അയാൾ ആരാണ്? കുറ്റാരോപിതൻ മാത്രമാണ്. സോ അയാൾക്ക് കിട്ടുന്ന ജഡ്ജ്മെന്റും ട്രയലും എല്ലാം ഇംപാർഷ്യൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഫെയർ ട്രയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏണസ്റ്റ് മണി മീൻസ്. എന്താണ് ഏണസ്റ്റ് മണി എന്നുള്ള വിഡിയത്തിന്റെ അല്ലെങ്കിൽ വേർഡ്സിന്റെ അർത്ഥം? ഏണസ്റ്റ് മണി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. ഹാർഡ് ഏൺഡ് ഇൻകം, വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇൻകം ആണോ? ഇൻഹെറിറ്റഡ് വെൽത്ത്, പാരമ്പര്യമായിട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണോ? ഇൽ ഗോട്ടൺ ഗെയിൻസ്, ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾക്ക് ഇൽഗോട്ടൺ ആയിട്ടുള്ള വഴിയിലൂടെ, അന്യായമായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണോ? അതോ മണി ടു കൺഫേം എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന മണിയാണോ? ഇതിലേതാണ് ആൻസർ? നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. ഏതാണ് ആൻസർ? ലാസ്റ്റ് ഓപ്ഷനായ മണി ടു കൺഫേം എ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. നമ്മളിപ്പോൾ ഒരു സ്ഥലം നമ്മൾ വിൽക്കാനോ വാങ്ങാനോ പോകുന്നു എന്ന് വെക്കുക. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് സ്ഥലക്കച്ചവടം. അങ്ങനെ പോകുമ്പം നമ്മളൊരു സ്ഥലം കണ്ടു, വസ്തു കണ്ടു, നമ്മളത് കണ്ട് ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ആധാരം നടത്തുവാണോ ചെയ്യുന്നത്? ഫുൾ പൈസയും കൊടുത്ത് അല്ലല്ലേ. ആദ്യം ഒരു അഡ്വാൻസ്, ഒരു തുക മുൻകൂറായിട്ട് കൊടുക്കും. ആർക്ക് കൊടുക്കും? വാങ്ങുന്നയാള് വിൽക്കുന്നയാൾക്ക്, ബയർ സെല്ലറിന് ഒരു തുക മുൻകൂറായിട്ട് കൊടുക്കും. ആ മണിയെയാണ്, അതായത് ഞാൻ ഈ കച്ചവടം ഉറപ്പിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ബയർ സെല്ലറിന് കൊടുക്കുന്ന എമൗണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏണസ്റ്റ് മണി എന്ന് പറയുന്നത്. ഈ ഏണസ്റ്റ് മണിയെ നമ്മൾ ഒരു പേരിലും കൂടെ പറയുന്നുണ്ട്, ഗുഡ് ഫെയ്ത്ത് മണി. ഓർത്തിരുന്നോളുക, ഗുഡ് ഫെയ്ത്ത് മണി. അപ്പം ഗുഡ് ഫെയ്ത്ത് മണി എന്ന് പറഞ്ഞാലും ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞാലും എന്താണെന്ന് ഇപ്പം വ്യക്തമാണല്ലോ. ഒരു കോൺട്രാക്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഗുഡ് ഫെയ്ത്ത് മണി അഥവാ ഏണസ്റ്റ് മണി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്രിമിനൽ ഹു ഹാസ് അബ്സ്കോണ്ടഡ് ഈസ് ഇൻ. എന്താണ് അബ്സ്കോണ്ടഡ്? നമ്മൾ ഒരുപാട് കേട്ട് നമുക്ക് പരിചയമുള്ള വാക്കാണ്. എന്താണ് അബ്സ്കോണ്ടഡ്? അപ്പം എ ക്രിമിനൽ ഹു ഹാസ് അബ്സ്കോണ്ടഡ് ഈസ് ഇൻ. അബ്സ്കോണ്ടഡ് ആയിട്ടുള്ള ഒരാള് എന്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്സ്കോണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഒളിവിലാവുക, ഒളിവിലിരിക്കുക, കാണാതെ ഇരിക്കുക, മറയത്തിരിക്കുക, അതിനെയാണ് നമ്മൾ അബ്സ്കൗണ്ടഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ നിന്ന് ഏതായിരിക്കും? അബ്സ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കസ്റ്റഡിയിലാണെന്നാണോ പറയുന്നത്? അല്ല. പിന്നെ ഡീറ്റൻഷനിലാണോ? അല്ല. കോർട്ടിലാണോ? അല്ല. പിന്നെ എന്തിലാണ്? ഹൈഡിങ്, ഒളിവിലാണ്. സോ അബ്സ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എപ്പോഴും എന്തിലായിരിക്കും? ഹൈഡിങ്ങിലായിരിക്കും. ഓക്കെ, അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്തത് ടാസിറ്റേൺ.
ഒരുപാട് വേർഡ്സ് നമുക്ക് പുതുമയുള്ള, നമുക്ക് ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത കുറേ വേർഡ്സ് നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുണ്ട് കേട്ടോ. അതിലൊരു പക്ഷേ അധികം കണ്ട് പരിചയമില്ലാത്ത ഒരു വേർഡ് ആയിരിക്കാം ടാസിറ്റേൺ എന്ന് പറയുന്നത്. എന്താണ് ടാസിറ്റേൺ എന്ന് പറയുന്നത്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഗേറുലസ്, കമ്മ്യൂണിക്കേറ്റീവ്, ഗ്രിഗോറിയസ്, റെറ്റിസെന്റ്. അങ്ങനെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ടാസിറ്റേണിന്റെ സിനോണിമായിട്ട് സെയിം മീനിങ്ങിൽ വരുന്ന വേർഡ് ഇതിലേതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ അറിയണമെങ്കിൽ ആദ്യം ടാസിറ്റേണിന്റെ മീനിങ് എന്താണെന്ന് അറിയണം അല്ലേ? എന്താണ് ടാസിറ്റേൺ എന്ന് പറയുന്നത്? ടാസിറ്റേൺ എന്ന് പറയുന്നത് മിതഭാഷിയായിട്ടുള്ള, അധികം സംസാരിക്കാത്ത പ്രകൃതം, ഒട്ടും തന്നെ സംസാരിക്കാത്ത മിതഭാഷിയായിട്ടുള്ള പ്രകൃതത്തിനെയാണ് നമ്മൾ ടാസിറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വേർഡുകളിൽ ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, അതിനെയാണ് നമ്മൾ ഗേറുലസ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ടാസിറ്റേണിന്റെ എന്തായിട്ട് വരും? ഗ്യാരുലസ് ആന്റോണിം ആയിട്ട് വരും അല്ലേ? ഓക്കെ. കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംസാര പ്രകൃതമുള്ള. സോ അതും എന്താണ്? ഗ്യാരുലസിന്റെ അതേ മീനിങ് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റീവിനും വരുന്നത്. ദെൻ ഗ്രിഗോറിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വേർഡാണ് ഗ്രിഗോറിയസ്. അതിൻ്റെ മീനിങ് സോഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ സമൂഹവുമായിട്ട് ഇടപഴകി ചേർന്ന് പോകുന്ന, അതിനെയാണ് നമ്മൾ ഗ്രിഗോറിയസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് വേർഡ് റെറ്റിസെന്റ് എന്ന് പറഞ്ഞാൽ ടാസിറ്റേണിന്റെ അതേ മീനിങ് ആണ്, മിതഭാഷിയായ, അധികം സംസാരിക്കാത്ത. സോ അതുകൊണ്ട് തന്നെ ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിനോണിമായിട്ട്, മീനിങ് ആയിട്ട് ഇവിടെ വരുന്നതാണ് റെറ്റിസെന്റ് എന്നുള്ള വേർഡ്. ഓർത്ത് വെച്ചോളുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇഡിയമാണ്. വായിച്ചു നോക്കിയേ നിങ്ങൾ. പീസ് ഓഫ് പേപ്പർ ഫുൾ ഓഫ് പ്രൈസ് റെഫേഴ്സ് ടു. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുകഴ്ത്തൽ അല്ലേ? പൊക്കി പറയുക എന്ന് നമ്മൾ പറയും അല്ലേ? സോ പുകഴ്ത്തൽ. അപ്പം പീസ് ഓഫ് പേപ്പർ ഫുൾ ഓഫ് പ്രൈസ്, പ്രൈസുകൾ മാത്രമുള്ള, ഒരാളെ പുകഴ്ത്തി മാത്രം പറയുന്ന എന്താണ്? പീസ് ഓഫ് പേപ്പർ ഒരു ഇഡിയമാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പീസ് ഓഫ് പേപ്പർ ഫുൾ ഓഫ് പ്രൈസ് റെഫേഴ്സ് ടു 4 ഓപ്ഷൻസ് ഉണ്ട്. പാനിജറിക്, ഓബ്ലിക്വി, സെർമൺ, നെക്രോളജി. നമുക്ക് 4 വേർഡ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? പാനിജറിക്, ഓബ്ലിക്വി, സെർമൺ, നെക്രോളജി. 4 എണ്ണമാണുള്ളത്. ഇതിൽ ഏതാണ് പീസ് ഓഫ് പേപ്പർ ഫുൾ ഓഫ് പ്രൈസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷനായ പാനിജറിക് എന്നുള്ളതാണ്. എന്ത്? പാനിജറിക് എന്നുള്ളതാണ് പീസ് ഓഫ് പേപ്പർ ഫുൾ ഓഫ് പ്രൈസ്. അതിൻ്റെ 1 വേർഡ്, പീസ് ഓഫ് പേപ്പർ ഫുൾ ഓഫ് പ്രൈസ് എന്നുള്ളതിൻ്റെ 1 വേർഡാണ് പാനിജറിക് എന്നുള്ളത്. ഇവിടെ ഞാൻ ലാസ്റ്റ് ഒരു വേർഡ് എഴുതിയിട്ടുണ്ട്, EULOGY, യൂലജി. യൂലജി എന്ന് പറഞ്ഞാൽ ഈ പാനിജറിക്കിന്റെ സെയിം സിനോണിമിനെയാണ് നമ്മൾ യൂലജി എന്ന് പറയുന്നത്. അപ്പം പാനിജറിക്കും യൂലജിയും സിനോണിംസ് ആണ്. എന്താണ്? പീസ് ഓഫ് പേപ്പർ ഫുൾ ഓഫ് പ്രൈസ്. സോ ആ വേർഡും നിങ്ങൾ ഓർത്ത് വെക്കുക, യൂലജി. ഇനി ഇതിൽ നമുക്ക് വേറെ 3 വേർഡ്സും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് നോക്കിപ്പോകാം എന്താണ് മീനിങ്. അടുത്ത വേർഡാണ് ഓബ്ലിക്വി. ഓബ്ലിക്വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബ്യൂസീവ് ലാംഗ്വേജ്. അതായത് നമ്മൾ ചീത്ത വേർഡ്സ്, ചീത്തയായിട്ടുള്ള ലാംഗ്വേജ്, നല്ല ലാംഗ്വേജ് അല്ലാത്ത ദുഷിച്ച ലാംഗ്വേജ് യൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഓബ്ലിക്വി എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ന്യൂ വേർഡ് ആയിരിക്കാം ഓബ്ലിക്വി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കുറിച്ച് വെക്കുകയോ അതല്ലെങ്കിൽ സേവ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. ഓബ്ലിക്വി എന്ന് പറയുന്നത് യൂസിങ് അബ്യൂസീവ് ലാംഗ്വേജ്. ദെൻ അടുത്തത് സെർമൺ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? സെർമൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്പീച്ചാണ്. എന്ത്? സെർമൺ സ്പീച്ച് റിലേറ്റഡ് വിത്ത് റിലീജിയസ് ഒബ്ജക്റ്റ്, റിലീജിയസ് ആയിട്ടുള്ള സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെടുന്ന സ്പീച്ച്, അതിനെയാണ് നമ്മൾ സെർമൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത വേർഡ് നെക്രോളജി. നെക്രോളജി എന്ന് പറയുന്നത് ഒബിച്വറി നോട്ടീസ്, അതായത് മരണപത്രം, മരണപത്രിക എന്നൊക്കെ പറയും. ഒബിച്വറി നോട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്രോളജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരൊറ്റ വേർഡിൻ്റെ എന്താണ്? ഒരൊറ്റ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയതിൽ കൂടി 4 ന്യൂ വേർഡ്സും പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ വേണം എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ അതിലുള്ള ഓപ്ഷനിലുള്ള വേർഡ്സിൻ്റെ മീനിങ്ങും അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ പഠിച്ചു പോയാൽ നമ്മുടെ വൊക്കാബുലറി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകും. ഓക്കെ, സോ അടുത്തതിലേക്ക് പോവാം. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട് ഒരു ഇഡിയമാണ്. ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡൾനെസ് എന്നാണോ, ഡൗട്ട് എന്നാണോ, പോവർട്ടി എന്നാണോ, അതോ ഡിസ്റ്റേസ്റ്റ് എന്നാണോ?
സോൾട്ട് എന്നൊക്കെ കണ്ടുകൊണ്ട് ഉടനെ ലാസ്റ്റ് ഓപ്ഷൻ എഴുതി വെക്കരുത് ഡിസ്റ്റേസ്റ്റ് എന്ന്, ഒരിക്കലുമല്ല. ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡൗട്ട്, സംശയം എന്നുള്ളതാണ്. അപ്പം ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡൗട്ട്. സോൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ഇഡിയം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇഡിയമാണ് ലൈക്ക് എ ഡോസ് ഓഫ് സോൾസ്. ഓർത്ത് വയ്ക്കുക, ലൈക്ക് എ ഡോസ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ്ലി. അതിനെയാണ് നമ്മൾ ലൈക്ക് എ ഡോസ് ഓഫ് സോൾസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഡൗട്ട് എന്നാണ് മീനിങ്. ലൈക്ക് എ ഡോസ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ്ലി എന്നുള്ള മീനിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ അബറ്റർ ഓഫ് ആൻ ഒഫൻസ്. അബറ്റർ എന്ന് പറയുന്നത് ഒരു ഒഫൻസിൽ അബറ്റർ എന്താണ് ചെയ്യുന്നത്. അങ്ങനെ അബറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ആരാണ് അബറ്റർ എന്ന് അറിയണം അല്ലേ? ആരാണ് അബറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് അബറ്റർ? ഒരു കുറ്റം നമ്മൾ ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന ആള്, അയാളെയാണ് നമ്മൾ അബറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ ഒരു അബറ്റർ നമ്മളെ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് കൂട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആസിസ്, ഓപ്പോസസ്, മാഗ്നിഫൈസ്, റെഡ്യൂസസ് ഏത് വരും? ഓപ്ഷൻ ആസിഡ്സ്. അപ്പോൾ എടുത്തോളുക, അബറ്റർ എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യത്തിന് നമുക്ക് കൂട്ടായി നിൽക്കുന്ന വ്യക്തി, അയാളെയാണ് നമ്മൾ അബറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ദ അബറ്റർ ഓഫ് ആൻ ഓഫൻസ് എന്ത് ചെയ്യുവാണ്? അസിസ്റ്റ് ചെയ്യുവാണ്. സോ അബറ്റർ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു? ആരാണ് ഒരു കുറ്റം ചെയ്യുമ്പോൾ അതിന് നമുക്ക് സഹായിയായിട്ട് നിൽക്കുന്ന ആ വ്യക്തി. ഈ അബറ്ററിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്ന, അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന ഒരു വേർഡാണ് ആർബിട്രേറ്റർ. രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്, അബറ്ററും ആർബിട്രേറ്ററും. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ഒഫീഷ്യലി അപ്പോയിൻറ്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്ന എന്താണ്? ഒരു ഒഫീഷ്യലി നിയോഗിക്കുന്ന ഒരു വ്യക്തി, അയാളെയാണ് നമ്മൾ ആർബിട്രേറ്റർ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അബറ്ററും ആർബിട്രേറ്ററും. ഓക്കെ, സോ രണ്ടും വേർതിരിച്ച് തന്നെ പഠിക്കുക. അടുത്തതിലേക്ക് പോവാം. എന്താണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്? ഡിഫ്രേ എക്സ്പെൻസസ് മീൻസ് എന്താണ്? ഡിഫ്രേ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിലേ എക്സ്പെൻസസ്, ഡിനൈ എക്സ്പെൻസസ്, മീറ്റ് എക്സ്പെൻസസ്, ഫൈറ്റ് എക്സ്പെൻസസ്. ഇതിൽ ഏതാണ് ഡിഫ്രേ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? സോ ഡിഫ്രേ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മീറ്റ് എക്സ്പെൻസസ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫ്രേ എക്സ്പെൻസസ് എന്നുള്ളതിൻ്റെ മീനിങ്. അടുത്തത് വളരെ രസകരമായിട്ടുള്ള കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഡിയമാണ് തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് ഈസ് വെരി ഡാഷ്. എന്താണ്? എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ്. ഇത് കോർട്ടുമായിട്ട്, ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഡിയമാണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, കൂടുതലും നമുക്ക് വൊക്കാബുലറിയും ഇഡിയംസും ഒക്കെ വരുന്നത് എന്തായിരിക്കും? കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത അതാണ് എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് ഈസ് വെരി ഡാഷ്. എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫെയർ ആണോ, ജസ്റ്റ് ആണോ, വൈസ് ആണോ, ഫൂളിഷ് ആണോ, എങ്ങനെയുള്ള ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ എന്തിനെയാണ് എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. എന്താണ് ആൻസർ? വൈസ്. അപ്പൊ എന്താണ് എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ? വൺ ഹു വൈസ്ലി സെറ്റിൽസ് എ ഡിഫിക്കൾട്ട് മാറ്റർ. വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മാറ്ററിനെ വളരെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്? സെറ്റിൽ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് ഈസ് വെരി എന്തായിരിക്കും? വൈസ്. ബുദ്ധിപരമായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക, അതിനെയാണ് നമ്മൾ എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഡിയമാണ്. അടുത്തത് എന്താന്ന് നോക്കാം മക്കളെ, നോക്കിക്കേ. ദ ഡെവിൾസ് അഡ്വക്കേറ്റ്. ഡെവിൾസ് എന്ന് കേൾക്കുമ്പോഴേ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഇപ്പം വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫിലിമുണ്ട്, ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് അല്ലേ? അതിൽ കേട്ട് നമുക്ക് എന്തറിയാം? ഡെവിൾസ് കിച്ചൺ. ഡെവിൾസ് കിച്ചൺ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. സോ ആ ഡെവിൾസ് കിച്ചൺ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരെയാ പറഞ്ഞിരിക്കുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. ദ ഡെവിൾസ് അഡ്വക്കേറ്റ് ഡാഷ് ദ പോസിബിൾ ആർഗ്യുമെന്റ്സ് ഓഫ് ദി ഒപ്പോസിംഗ് സൈഡ്. എന്താണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്? സപ്പോർട്ട്സ്, റെഫ്യൂട്ട്സ്, റിവീൽസ് ആൻഡ് ടെസ്റ്റ്.
ഡെവിൾസ് അഡ്വക്കേറ്റ് എന്താണ് ചെയ്യുന്നത് നോക്കിക്കേ, ടെസ്റ്റ്. ഡെവിൾസ് അഡ്വക്കേറ്റ് ടെസ്റ്റ് ചെയ്യുവാണ്. എന്താണ് ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പണ്ടത്തെ റോമൻ കാത്തലിക് ചർച്ചിലെല്ലാം ഇങ്ങനെ ഒരു പോസ്റ്റ് വരെ ഉണ്ടായിരുന്നു, ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു വിഷയത്തെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ വിപരീത രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാളെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം അയാളെ പറ്റിയുള്ള മോശം കാര്യങ്ങൾ ആദ്യം നമ്മൾ എന്തു പറയും? someone who pretends in an argument or discussion to be against an idea that a lot of people support. ഒരു ആളെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അയാളെ പറ്റി അയാൾ മോശമാണ്, അയാൾ ചീത്തയാണ് എന്നുള്ള രീതിയിൽ ആദ്യം ഒരു പ്രസ്താവന ഇറക്കും. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? പീപ്പിൾ എന്ത് ചെയ്യും? അല്ല, അയാൾ മോശക്കാരനല്ല, അയാൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അയാൾ നല്ലതാണ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യും. അങ്ങനെ കോമൺ പീപ്പിളിന്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്ത്? ഡെവിൾസ് അഡ്വക്കേറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ഡെവിൾസ് അഡ്വക്കേറ്റ് ടെസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്ത് ടെസ്റ്റ് ചെയ്യുന്നു? ഒരാൾ അല്ലെങ്കിൽ ഒരു വിഷയം എന്തുവാണെങ്കിലും അതിനെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ വിഷയത്തിൻ്റെ ഒറിജിനൽ ഒപ്പീനിയൻ അറിയുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് ആദ്യം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നെഗറ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല കാര്യങ്ങൾ വെളിവാകും. അതിനുവേണ്ടി വിപരീതത്തിൽ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ്. അപ്പോൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അസിസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് എന്നുള്ളത്. ടെസ്റ്റ്, അസിസ്റ്റ് അല്ല, ടെസ്റ്റ് ചെയ്യുവാണ് എന്നാണ് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഡെവിൾസ് അഡ്വക്കേറ്റ്. അടുത്തത് നോക്കാം. അടുത്തത്, വെൻ യു കോൾ ഇറ്റ് എ ഡേ യു ഹാവ് ഡിസൈഡഡ് ടു ഡാഷ്. നിങ്ങൾ പറയുവാണ് ഐ ആം ഗോയിങ് ടു കോൾ ഇറ്റ് എ ഡേ. ഒരു സെന്റൻസ് പറയുവാണ്, ഐ ആം ഗോയിങ് ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ വിളിച്ചു വരുത്താൻ പോവുകയാണെന്നാണോ? അല്ല, അതൊരു ഇഡിയമാണ്, ഫ്രേസ് ആണല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? ബിഗിൻ വർക്ക്, ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാണോ? സ്റ്റോപ്പ് വർക്ക്, ഒരു വർക്ക് അവസാനിപ്പിക്കാനാണോ? കണ്ടിന്യൂ വർക്ക്, അതോ സബ്മിറ്റ് യുവർ റെസിഗ്നേഷൻ? ഏതാണ്? കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോപ്പ് വർക്ക്, ജോലി അവസാനിപ്പിക്കുക. സ്റ്റോപ്പ് വർക്ക് എന്നുള്ളതാണ് കോൾ ഇറ്റ് എ ഡേ എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, അടുത്തത്, അണ്ടർ ഹാൻഡ് റെഫേഴ്സ് ടു സംതിങ് ഡാഷ്. എന്താണ് അണ്ടർ ഹാൻഡ് എന്നുള്ളതിൻ്റെ അർത്ഥം? അണ്ടർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈയുടെ അടിയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളെപ്പോഴും കൈയുടെ അടിയിൽ വെക്കുന്നത് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളെയാണ് അല്ലേ. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? സീക്രട്ട്. അപ്പോൾ അണ്ടർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീക്രട്ട്, രഹസ്യമായി എന്നുള്ളതാണ് അണ്ടർ ഹാൻഡിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ക്വറ്റോഡിയൻ, കൊറ്റീഡിയൻ എന്നും വായിക്കാം. കൊറ്റീഡിയൻ, QUOTIDIAN, ക്വറ്റീഡിയൻ. മിക്കവർക്കും ഇതൊരു ന്യൂ വേർഡ് ആയിരിക്കും, ഓർത്തിരിക്കുക. ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ക്വറ്റീഡിയൻ എന്നാണ്. ക്വറ്റീഡിയൻ റെഫേഴ്സ് തിങ്സ് ദാറ്റ് ആർ. എന്തിനെയാണ് നമ്മൾ, എന്ത് കാര്യങ്ങളെയാണ് നമ്മൾ ക്വറ്റീഡിയൻ എന്നുള്ള വാക്കുകൊണ്ട് വിവരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഡെയിലി കാര്യങ്ങൾ, നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന നമ്മുടെ ഡെയിലി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ക്വറ്റീഡിയൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണ്? ഓർഡിനറി. ഓർഡിനറി ആയിട്ടുള്ള, നോർമൽ ആയിട്ടുള്ള, ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? ക്വറ്റീഡിയൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓർഡിനറി തിങ്സ് അല്ലെങ്കിൽ ഓർഡിനറി മാറ്റേഴ്സ്. ഓക്കെ, അടുത്തത്, ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ്. എന്താണ് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറഗുലർലി, ഇറഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. ഓർത്തിരുന്നോളുക, ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് ഇറഗുലർലി. ഓക്കെ, അടുത്തത്, ഫോറൻസിക് ഓഡിറ്റ്. എഗെയിൻ ലോയുമായിട്ട് കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വേർഡാണ് ഫോറൻസിക് ഓഡിറ്റ്. ഫോറൻസിക് ഓഡിറ്റ് റെഫേഴ്സ് ടു ദി എക്സാമിനേഷൻ ഓഫ്. എന്തിൻ്റെ എക്സാമിനേഷനെയാണ് നമ്മൾ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഫോറൻസിക് എന്ന് പറയുമ്പോൾ അതെന്തുമായിട്ട് റിലേറ്റ് ആയിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, എ ഡെഡ് പേഴ്സൺസ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്? ഫിനാൻഷ്യൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓഡിറ്റ്. ഇനി ഫോറൻസിക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ് അവർ ആദ്യം ഇട്ടിരിക്കുന്നത്, ഡെഡ് പേഴ്സൺ. കാരണം ഫോറൻസിക് വിഭാഗങ്ങളെല്ലാം വരുന്നത് ഒരു മരണം ഉണ്ടാകുമ്പോഴാണ് അല്ലേ. സോ അതാണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഫസ്റ്റ് ഓപ്ഷൻ ഇട്ടേക്കുന്നത്. പക്ഷെ അതല്ല ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി മർഡേർഡ് പേഴ്സൺസ് ഫിനാൻഷ്യൽ റെക്കോർഡാണോ? കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണോ? അല്ല.
ദ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനാൻഷ്യൽ റെക്കോർഡാണോ? അതുമല്ല. പിന്നെ ഏതാണ്? നാലാമത്തെ ഓപ്ഷനാണ് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ബൈ എനി ഇൻഡിവിജ്വൽ ഓർ ഫേം. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ ഫേമിൻ്റെയോ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ കോർട്ട്. കോർട്ടിൽ വരെ ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെയോ ഫിനാൻഷ്യൽ റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിന് ഡെഡ് പേഴ്സണുമായിട്ടോ അല്ലെങ്കിൽ ഡെത്തുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഒരു ബന്ധവുമില്ല. ഇത് ഒരു വ്യക്തിയുടെയോ ഫേമിൻ്റെയോ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ എ കോർട്ട്. അപ്പോൾ ഒരിക്കലും പുറംചട്ട കൊണ്ട് ഒന്നിനെയും അളക്കരുത് എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഫോറൻസിക് എന്ന് തോന്നുമ്പോൾ ഡെഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ ഒക്കെ ബന്ധം തോന്നും അല്ലേ? ഇതൊന്നുമല്ല. എന്താണ്? ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ബൈ എനി ഇൻഡിവിജ്വൽ ഓർ ഫേം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ കോർട്ട്. ഓക്കെ, നെക്സ്റ്റ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. അഗെയിൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് ഈസ് എന്താണ്? ഇല്ലീഗൽ റെസ്ട്രെയിൻറ്റ്, ഇല്ലെജിറ്റിമേറ്റ് പ്രഗ്നൻസി, ഇൽ അഡ്വൈസ്ഡ് കണ്ടക്ട് ആൻഡ് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്. ഇത് നമ്മളുടെ ആർട്ടിക്കിൾ അല്ലാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 339, 340 ആർട്ടിക്കിളിൽ വരുന്ന ഒരു വേർഡാണ് റോങ് കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇല്ലീഗൽ റെസ്ട്രെയിൻറ്റ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുന്നു. അത് നടന്നു പോകുമ്പോൾ മറ്റൊരാൾ വരുന്നു. രാമൻ നടന്നു പോകുവാണ്. അപ്പം ഒരു സ്ഥലത്തുകൂടെ അയാൾ നടന്നു പോകുമ്പോൾ അപ്പുറത്തുനിന്ന് കൃഷ്ണൻ വന്നിട്ട് പറയുവാണ്, നിനക്ക് ഈ വഴിയിൽ കൂടി ഇനി നടക്കാൻ സാധിക്കില്ല. കൃഷ്ണൻ അറിയാം ഇതെനിക്ക് തടസ്സപ്പെടുത്താനുള്ള അവകാശമില്ല, ഇത് തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യവും എനിക്കില്ല. എന്നിരുന്നാൽ പോലും കൃഷ്ണൻ എന്ത് ചെയ്യുവാണ്? വളരെ അയാളെ പർപ്പസ്ഫുള്ളി അയാളുടെ ആ സഞ്ചാരത്തിനെ തടയുന്നു. ഇത് ഒരാളുടെ യാത്രയിൽ മാത്രമല്ല, ഒരാൾ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ ഫോഴ്സ്ഫുള്ളി തടസ്സപ്പെടുത്തുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ശിക്ഷ അർഹിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിനെയാണ് നമ്മൾ റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്, ഇല്ലീഗൽ റെസ്ട്രെയിൻറ്റ്. സോ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. നമ്മളുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അതിൽ ഇംഗ്ലീഷാണ് രാജാവെന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞായിരുന്നു. ഇംഗ്ലീഷിൽ ഗ്രാമറിൻ്റെ കൂടെ ഏതൊക്കെ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, എങ്ങനെയുള്ള വേർഡ്സ്, എങ്ങനെയുള്ള ഇഡിയംസ് ആണ് വരാൻ സാധ്യത എന്നുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിനുവേണ്ടി കുറച്ച് PYQസുമായിട്ടാണ് വന്നത്. സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടം മാത്രമല്ല, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് നിങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഗ്രാമർ സെക്ഷൻസും വൊക്കാബുലറി സെക്ഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും, ഉടനെ തന്നെ കാണും. സോ എത്രയും പെട്ടെന്ന് ഡിഗ്രി ഗ്രാജുവേഷന് 50%, ജനറൽ കാറ്റഗറിയിൽ ഗ്രാജുവേഷന് 50% മാർക്കുള്ള എല്ലാവർക്കും അയക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്. എല്ലാവരും അത് ക്രാക്ക് ചെയ്യണം. നിങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ സൈലം ടീം റെഡിയാണ്, നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും. സോ താങ്ക് യു ഓൾ.